നമുക്ക് കുറച്ച് അപരാധം പറഞ്ഞാലോ? അപരാധം പറയാം, നല്ല രസമാണ്. നല്ല രസമല്ലേ? ഒരാളെ കുറിച്ച് അപരാധം പറയാനും കേൾക്കാനും ഒക്കെ എല്ലാവർക്കും, നമുക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് ഭയങ്കര താല്പര്യമാണ് അല്ലെ? കഴിഞ്ഞ ദിവസം ഞാനൊരു കമന്റ് കണ്ടത്, മറ്റൊരു കൂട്ടുകാരനില്ലാത്ത സമയത്ത് മറ്റു രണ്ട് അടുത്ത സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് അപരാധം പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ, നുണ പറയുമല്ലോ സ്വാഭാവികം, അത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം മറ്റൊന്നിനും കിട്ടില്ല എന്ന് പറഞ്ഞൊരു ചങ്ങനെ കമന്റ് കണ്ടിരുന്നു ഞാൻ. നമ്മുടെ വീഡിയോയ്ക്ക് അടിയിലാണോ വന്നത് അതോ മറ്റേതെങ്കിലും വീഡിയോയ്ക്ക് അടിയിലാണോ എന്ന് എനിക്കറിയില്ല. ഒരു കമന്റ് കണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഇപ്പൊ ഓർത്താ പറഞ്ഞു. അപ്പൊ ഈ അപരാധം പറയാൻ നല്ല സുഖമാ. അത് പറയുന്നവർക്ക് ഭയങ്കര സുഖമാ. അപ്പൊ നമ്മളൊരാളെ കുറിച്ച് വളരെ മോശം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. നമ്മുടെ ആനന്ദം ഉണ്ട്, അതിന്റെ വ്യൂസ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആനന്ദം. അല്ലാതെ നമുക്ക് അവരെ മനഃപൂർവ്വം പിന്നെ ദോഷം പറയണമെന്നോ അവരെ മനഃപൂർവ്വം എന്താ പറയാ തേജോധം ചെയ്യണമെന്നൊന്നും നമുക്ക് ആഗ്രഹം കാണില്ല. പക്ഷെ നമ്മൾ ആർക്കും അപരാധം പറയാറില്ലല്ലോ. ഇല്ല, നമ്മൾ ആകെ കൂടെ വാർത്തകളിൽ പൊട്ടിത്തെറിച്ചത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് PP ദിവ്യ എന്ന് പറയുന്ന കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ, കാരണം ഒരു നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ADM-നെ വലിയ രീതിയിൽ അവഹേളിച്ചതിന്റെ, വാക്കുകൾ കൊണ്ട് അവഹേളിച്ചതിന്റെ പേരിൽ. അതെ, PP ദിവ്യ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നേരിട്ട് കാണാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വാർത്തകളിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ PP ദിവ്യക്കെതിരായി സംസാരിച്ചിട്ടുള്ളൂ. പോലീസ് അന്വേഷണം നടക്കുന്നു, തീർച്ചയായിട്ടും പുറത്തു വരട്ടെ. പക്ഷെ മകളെ റേപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ പ്രതികരിച്ചവരുമാണ്. ഇപ്പൊ ഒരു സ്ത്രീകൾക്കെതിരെയായാലും പുരുഷന്മാർക്കെതിരെ ആയാലും വളരെ മോശമായ രീതിയിൽ സംസാരിച്ചാൽ അതിനെതിരെ നടപടി കൃത്യമായി ഉണ്ടാകണം, അല്ലെ? വേണം. ബോച്ചെ പോലുള്ള ഒരു വലിയ കോടീശ്വരൻ പിന്നെ ജയിലിൽ കിടന്നത് എന്തിനാണ്? ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടി പിന്നെ എന്താ പറയാ അവരുടെ വസ്ത്ര രീതിയെക്കുറിച്ച് വളരെ മോശമായി അയാൾ സംസാരിച്ചതിന്റെ പേരിലാണ് അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ സ്ത്രീകൾക്കെതിരെ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ തന്നെ മോശം പറയും. അപ്പോ ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പോ നമ്മുടെ അരുൺകുമാറിനെതിരെയൊക്കെ കേസെടുത്തു. വാവിട്ട വാക്കും കൈവിട്ട ഇതോ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വാക്കുകൾ പ്രയോഗിച്ച് വർത്താനവും തരം താഴ്ന്ന വർത്താനവും സംസ്കാരമില്ലായ്മയും ഒക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഭയം വേണം. കാരണം ഇത്തരത്തിൽ തീരെ അഴിച്ചു വിടുമ്പോൾ എന്തും ഒരു യൂട്യൂബ് ചാനലിലിരുന്ന് ആർക്കെതിരെയും എന്തും പറയാം എന്നൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ പ്രത്യേക നിയമം കൊണ്ടുവരും കേന്ദ്ര സർക്കാർ. ആ നിയമം ചിലപ്പോ വലിയ പൂട്ടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. 1-2 പേരുടെ ചില സൂക്കേടുകൾ കാരണം കുറെ പേരുടെ വരുമാന മാർഗങ്ങളായിരിക്കും നിലച്ചു പോകുന്നത്, അല്ലേ? ആരെ അപരാധം പറയാതെ അവനവന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ നമ്മളെ പോലത്തെ വാർത്താ മാധ്യമ ചാനലുകൾ, നമ്മളൊക്കെ ജേർണലിസം കഴിഞ്ഞവരാ, അല്ലെ? വാർത്താ ജേർണലിസം കഴിഞ്ഞല്ലേ? ഞാനും ജേർണലിസം കഴിഞ്ഞത്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും മനോരമയിൽ നിന്നും പിന്നെ ജനത്തിൽ നിന്നും വന്നവരുണ്ട്. മറ്റു പത്രസ്ഥാപനങ്ങളിൽ പിന്നെ ചീഫ് എഡിറ്ററായൊക്കെ ഇരുന്ന് റിട്ടയർഡായി വന്നവരുണ്ട്. അപ്പോൾ വളരെ ഭാഷയിലും മറ്റു കാര്യങ്ങളിലൊക്കെ പണ്ഡിതന്മാരായവരുണ്ട്. ഇവരൊക്കെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ മുതൽക്കൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിവരവും സംസ്കാരവും ഇല്ലാത്ത സ്ത്രീകളോടും പുരുഷന്മാരോടും എന്തെങ്കിലുമൊക്കെ അപരാധങ്ങൾ ആരെങ്കിലുമൊക്കെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് ചോദിക്കും, നമ്മൾ പറയാറില്ലേ എന്ന് ചോദിക്കും. നമ്മൾ വളരെ മോശമായി എന്താ പറയുക, വളരെ അപക്വമില്ലാത്ത രീതിയിൽ നമ്മൾ 5 രൂപ കിട്ടാൻ വേണ്ടി ആരെയും അത്രത്തോളം മോശമായി ചിത്രീകരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ല, അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഒരാളുടെയും വ്യക്തി ജീവിതത്തെ എടുത്ത് പറയാറില്ല. ഒരാളുടെയും എന്താണ് ഇപ്പൊ ലൈംഗികപരമായ താല്പര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവത്തെ പറ്റിയോ വൈകല്യങ്ങളെ കുറിച്ചോ ബോഡി ഷേമിങ്ങിനെ കുറിച്ചോ ഒന്നും നമ്മൾ സംസാരിക്കാറില്ല. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സെക്സുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ചെയ്യുമ്പോൾ നിങ്ങൾ കമ്പിക്കഥ പറയുന്നു എന്ന് കേൾക്കാറുണ്ട്. പക്ഷെ ആ അതിലെ കണ്ടന്റ് എന്താണ്? സെക്സ് എന്ന് പറയുന്നത് സംസാരിക്കാൻ പറ്റാത്ത വിഷയമാണോ? അത് പിന്നെ അത് വെച്ച് ഒരു സ്ത്രീയെ അപമാനിക്കാമോ? അത് വെച്ചിട്ട് സൈബർ ആക്രമണം നടത്താമോ? ഇതൊക്കെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന ചർച്ചയാണ് ഇവർ കമ്പിക്കഥ എന്ന് പറയുന്നത്. അത് ഏഷ്യാനെറ്റ് ചെയ്താലും ഇപ്പോ റിപ്പോർട്ടർ ചെയ്താലും മറ്റാര് ചെയ്താലും ഇവർ അടിയിൽ പോയിട്ട് ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ടറിലൊക്കെയുള്ള ഒരു
ആങ്കറിൻ്റെ പേര്, ആ ജേർണലിസ്റ്റിൻ്റെ പേരെന്നോട് മറന്നുപോയി. അവരൊരു ഈ അടുത്ത് ഒരു കൂട്ടം ആളുകളുടെ സൈബർ ആക്രമണത്തെ പറ്റി എനിക്ക് ഇമാജിനേഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമയുണ്ട്. ഈ പറയുന്ന ദിവ്യപ്രഭയും നമ്മുടെ മൈത്രേൻ്റെ മകൾ കനി കുസൃതിയും അഭിനയിച്ചിട്ടുള്ള ആ ഒരു സിനിമ, ആ സിനിമയിൽ അവരുടെ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി മലയാളികൾ ഒന്നടങ്കം ഓടിയ സമയത്ത് അതിനെതിരെ റിപ്പോർട്ടറിലെ ഒരു ജേർണലിസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു പ്രോഗ്രാമിൻ്റെ അടിയിൽ വന്നുകൊണ്ട് അവർക്കെതിരെ ലഭ്യമായ ഭാഷയിൽ അവരെ തെറി വിളിക്കുന്നതും അവരെ കമ്പിക്കഥക്കാരുത്തിയാക്കുന്നതും നിങ്ങൾക്കിത് മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് പറയുന്നതും, എന്നിട്ട് ഇതൊക്കെ തപ്പിപ്പോവുകയും ചെയ്യുന്ന ആളുകളെയുമാണ് കണ്ടത്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഇത് ചെയ്യരുത്, അവർ പറയുന്നത് എന്താ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കൂ എന്ന് പറയുമ്പോൾ അവരെ എന്താക്കുകയാണ്, ഇത് ഈ രൂപത്തിലുള്ള ആളാക്കുകയാണ്. അതായത് ഇവന്മാർക്കൊക്കെ ഇതൊക്കെ ചെയ്യാം, ഇതാരും പറയരുത് എന്നാണ് യാഥാർത്ഥ്യം. അതുകൂടെ പറഞ്ഞതാണ്. നമ്മളാരും ഞാൻ എപ്പോഴും ചിന്തിക്കുക എന്നത് അങ്ങനെ, നമ്മളാരും 100% പെർഫെക്റ്റ് അല്ല. 100% പെർഫെക്റ്റ് ആയ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ ബലഹീനതകളുണ്ട്, എല്ലാവർക്കും അവരുടേതായ സംസ്കാരമില്ലായ്മകളുണ്ട്, വിവരക്കേടുകളുണ്ട്, ദൗർബല്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ പിന്നെ ചിലർക്ക് ചില കാര്യങ്ങളോട് താല്പര്യം കൂടുതലായിരിക്കും, മറ്റു ചിലർക്ക് ചില കാര്യങ്ങളോട് താല്പര്യം കുറവായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഉണ്ണിമൂന്തൻ പറഞ്ഞതുപോലെ അരി ഉണ്ടാക്കി തിന്നാനായിട്ട് നമ്മളെ ഒരു വിഷയമാക്കിയാൽ നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമ്മളെ വിറ്റാണ് അവർ ജീവിക്കുന്നത്. ആരാണെങ്കിലും ഇപ്പൊ ആരെക്കുറിച്ച് ആര് പറഞ്ഞാലും, ഉണ്ണിമുന്തൻ പറഞ്ഞതാണ് എല്ലാവരോടും പറയാനുള്ളത്. നമ്മളെ വിറ്റ് നിങ്ങളും നിങ്ങളെ കുടുംബവും കഴിയുന്നുണ്ട് എങ്കിൽ അതാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് അപരാധം പറഞ്ഞാലും എന്ത് മോശം പറഞ്ഞാലും ആ അപരാധത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന 1 രൂപ കൊണ്ടാണെങ്കിലും നിങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കാരണം നിങ്ങളെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള സന്തോഷമാണ് നമുക്ക് പലർക്കും എന്നുള്ളതാണ്. പറഞ്ഞാൽ ഇത് പറയാൻ കാരണം അപ്പം നമ്മുടെ തമ്പനയിലിയൻ എങ്ങനെയാണ്, വരൂ നമുക്ക് കുറച്ച് അപരാധം പറയാമെന്നാണ്. അങ്ങനെ ഇടാൻ കാരണം നമ്മുടെ പല വീഡിയോയുടെ താഴെയും വരുന്ന കമൻറ്റുകൾ പലപ്പോഴും എന്തിനാ പ്രതികരിക്കുന്നത് എന്ന് നമുക്കൊന്ന്, ഇപ്പോൾ നമ്മളൊക്കെ പരാതി കൊടുത്താൽ ഹണി റോസ് എന്നെ അന്തം വിട്ടു നിൽക്കും, ദൈവമേ ഞാനൊന്നും അല്ലല്ലോ എന്ന് തോന്നിപ്പോവും. അത്രയും മോശകരമായിട്ടാണ് നമുക്കെതിരെയൊക്കെ ഓരോ കമൻറ്റുകളും ഓരോ കാര്യങ്ങൾ വരുന്നത്. നമ്മളിതൊന്നും ശ്രദ്ധിക്കാൻ പോവാറ് പോലുമില്ല. വായിച്ചിട്ട് എപ്പോഴും നമ്മൾ പറയുമ്പോൾ തുടക്കമൊക്കെ ഭയങ്കര വിഷമം തോന്നുവാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സെൻസിലെടുക്കാൻ നമുക്ക് കഴിയും. ഇവരാരും അല്ലല്ലോ നമുക്ക് ചിലവിനായിരുന്നു, നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു മൈൻഡ് നമുക്കുള്ളത് കൊണ്ട് നമ്മളിതൊന്നും ശ്രദ്ധിക്കാൻ പോകാറില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഇവരുടെയൊക്കെ ഒരു മാനസിക നിലയെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അല്പം ബുദ്ധിബോധമുള്ളവർക്കൊന്നും ഇത്തരത്തിൽ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ, ഇപ്പൊ ഇന്ന് നമ്മൾ കളക്ടറുടെ ഒരു വാർത്ത ചെയ്തു. കളക്ടറെ ലോകം മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ കേരളം മുഴുവൻ കളക്ടറുടെ പിന്നിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു ആളിട്ടേക്കുന്ന കമൻ്റാണ്, നന്നായി കമ്പിക്കഥകൾക്കിടയിൽ ഒരു ചിരിക്കഥ കേൾക്കാൻ നല്ല രസമുണ്ട് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ 10 വാർത്ത നമ്മൾ എടുക്കുന്നതിൽ ഒരെണ്ണം ഇവർ ഈ കമ്പിക്കഥ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇവർ ഈ കമ്പിക്കഥ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ചില സൈറ്റുകളിലൊക്കെ കിട്ടുന്ന ഈ സെക്സുമായി ബന്ധപ്പെട്ട ത്രസിപ്പിക്കുന്ന ചില കഥകളുണ്ട്. ഈ പോൺ വീഡിയോസിന് പകരം പോൺ സംഭവിക്കുന്നതും പോണുമായി ബന്ധപ്പെട്ട് നടക്കുന്നതും അതിലേക്ക് എത്തിപ്പെടുന്നതും അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു മനുഷ്യനെ ആ ഒരു അവസ്ഥ അനുഭവിപ്പിക്കുന്ന ചില കഥകളുണ്ട്. ഇതിനെയാണ് ഇവർ ഈ പറയുന്ന കമ്പിക്കഥ എന്നുകൊണ്ട് നമ്മൾ സ്വാഭാവികമായി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് അതിനെ നമ്മൾ പറയുന്ന കാര്യത്തെ അങ്ങനെയാക്കി മാറ്റുകയാണ്. ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഈ സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മതവിഭാഗത്തിൻ്റെ ആളുകൾ പറഞ്ഞത്, നിങ്ങൾ കുട്ടികളെ സെക്സ് പഠിപ്പിക്കാൻ പോവുകയാണോ, നിങ്ങൾ പ്രാക്ടീസിങ് ക്ലാസ് കൂടെ കൊടുക്കൂ, അങ്ങനെ പ്രാക്ടീസിങ് ക്ലാസ് കൂടി കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചോദിച്ചത്. ഇവരോടൊക്കെ എന്താണ് പറയേണ്ടത്? അല്ല, എനിക്ക് അവരോടൊക്കെ പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ കമൻ്റാണ് ഞങ്ങളുടെ വിജയം. അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങൾ എന്ത് പറയുന്നു അതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം. ഞങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാമെങ്കിൽ ഞങ്ങൾ എന്തോ സംഭവമാണെന്ന് ഞങ്ങൾ സ്വയം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവിടെയാണ് ഞങ്ങളുടെ വിജയം. തീർച്ചയായിട്ടും മോശം കമൻ്റ് ഇടുന്നവരോടാണ് നിങ്ങളിത് നിർത്തരുത്. എത്ര നാൾ തുടരാൻ പറ്റുമോ അത്രയും നാൾ നിങ്ങളിത് തുടരുക. കാരണം നിങ്ങളുടെ ഓരോ മോശം കമൻറ്റും ഞങ്ങൾക്ക് ഒരു അവാർഡിന് തുല്യമാണ്.